സോ നമ്മൾ ഹോട്ടൽ വെൽക്കം എന്ന് പറയുന്ന മമ്മിയൂരിൽ ഇങ്ങോട്ട് ആലത്തൂർ ഒരു പുന്നത്തൂർ കോട്ട ആന സാൻഡൂരിൽ പോകുന്നത് വഴിയിലാണ് ഞങ്ങൾക്ക് നിൽക്കുന്നത്. സോ ഒരു ഊണ് മേടിച്ച് പിന്നെ മാന്തൽ എന്ന് പറയുന്നൊരു മീൻ, ഒരു പിക്കിലർ മീനാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് കണ്ടിട്ടില്ല. അറിയാവുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുക. ഈ ഭാഗത്ത് ഇടിയോട് ഭാഗത്തുള്ളതാണെന്ന് തോന്നുന്നു. പക്കത്തി മാന്തലെന്ന് എന്തോ പറയുന്നൊരു മീൻ. ഈ ട്രിവാൻഡ്രത്ത് വേറെ പേരിലാണോ അറിയപ്പെടുന്നതെന്ന് അറിഞ്ഞുകൂടാ. അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക. ആഹാരം കഴിക്കുക, സാമ്പാറും പിന്നെ ഫിഷ് ചാറും കഴിച്ചിട്ടും പിന്നെ ഹായ് ഡിയേഴ്സ്, ഇത് ഗുരുവായൂരിൻ്റെ നോർത്ത് നടയിൽ നിന്ന് നമ്മൾ പുന്നത്തൂർ കോട്ട പോകുന്ന ആ വരിക്കിരിക്കുന്ന ഒരു നോൺ വെജ് ഹോട്ടലാണ്. ആ കാണുന്ന ഹോട്ടൽ വെൽക്കം. സോ ബാക്കി വിശേഷങ്ങൾക്കായിട്ട് സ്റ്റേ ട്യൂൺഡ്. ഞാൻ ഈ അടുത്ത് പോകുന്ന സ്ഥലം കാണിച്ചു തരാം. സോ നമ്മൾ പുന്നത്തൂർ കോട്ടയിൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറാണ് ടിക്കറ്റ് നോക്കാം. ദർശനം. സോ ടിക്കറ്റ് ഒരാൾക്ക് വന്നിട്ട് 20 റുപ്പീസാണ്. 4 എടുക്കുവാണെങ്കിൽ 80. ബങ്കി വണ്ടിയുണ്ട്, അത് വേണമെങ്കിൽ എക്സെട്രാ 30 കൊടുക്കണം. പക്ഷെ അത് 3 മണി തൊട്ടേ ഉള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ 3 ആയില്ല, 1:30 എന്തേ ആയുള്ളൂ. സോ ബഗ്ഗി വണ്ടി ഇല്ല. സോ നമുക്ക് ബഗ്ഗി വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന സംഭവമില്ല, അതുണ്ട്. പക്ഷെ 3 തൊട്ടേ ഉള്ളൂ. 3 PM അപ്പിയറൻസ് എങ്ങനെയുണ്ട് ഗോഡസിൻ്റെ? സോ നമ്മൾ ബയോളജിയെ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാർക്കും പറ്റിയ ഒരു പർട്ടിക്കുലർ ഒരു സാങ്ച്വറിയാണ് ഈ പുന്നത്തൂർ കോട്ട. സോ ആ കാണുന്ന ആന മഹാമാരിയൊക്കെ നമുക്ക് നന്നായിട്ട് കാണാം. സോ ഞാനൊരു ബയോളജിസ്റ്റാണ്. സോ എനിക്കിതൊക്കെ കാണുന്ന ഇഷ്ടമായതുകൊണ്ട് ഇതേ നിൽക്കുന്ന ഗജവീരന്മാർ. എല്ലാവർക്കും പുന്നത്തൂർ കോട്ട അല്ലെങ്കിൽ ഗുരുവായൂർ ആനക്കോട്ട ബ്ലോഗിലേക്ക് സ്വാഗതം. സോ ഇത് നമ്മുടെ ഫസ്റ്റ് ആനയാണ് ഈ കോട്ടയിൽ. ദോ നിൽക്കുന്ന അപ്പുറത്തടുത്ത ഗജവീരൻ. ഇതാ അടുത്ത ഗജവീരൻ 4ാമത്തെ തവണ നിൽക്കുന്നു. 3ാമത്തെ ദോ നിൽക്കുന്നു. എങ്ങനെയുണ്ട് ഗോഡസിൻ്റെ ലുക്ക്? പൊളിയല്ലേ നിങ്ങളുടെ ഗോഡസ്? പിന്നെ നോക്കിക്കോ, ആന മഹാമാരൊക്കെ അവിടെ എന്തോ തീറ്റയിലാണ്. ഞാൻ എൻ്റെ തീറ്റ കഴിഞ്ഞല്ലോ, അവറ്റകളും തിന്നട്ടെ, ആർമാദിക്കട്ടെ. സോ ഇത് 6ാമത്തെയാണ്. ഇതേ കിടക്കുന്ന 7ാമത്തെ. ഓരോ ഡാൻസ് പോസസാണ്. ഇത് 8ാമത്തെ ദോ ഇരിക്കുന്നു. ഇത് 7ാമത്തെ ആനയാണ്. സോ ഇത് മതം ഇളകുന്ന ടൈപ്പ് ആനയാണ്. സോ അങ്ങോട്ട് എൻട്രി ഇല്ല എന്നാണ് സാറ് പറയുന്നത്, ആ ഓഫീസർ. ഇതാ ആ ഉള്ളിൽ കിടക്കുന്ന 8ാമത്തെ ആനയും മതപ്പാടുള്ള ടൈപ്പാണ്. സോ അങ്ങോട്ട് കയറരുതെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ 8 കിടക്കുന്നുണ്ട് ഒരു ആന. ഹലോ, ഇത് കുറുമ്പത്തി ആനയാണെന്ന് തോന്നുന്നു. 9ാമത്തെ കേട്ടോ. സോ ഇത് 10. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആന 11. പിന്നെ മറ്റത് 12. അത് ഇച്ചിരി ചുന്ദരിയാണ്. നോക്കിക്കോ, കുങ്കുമൊക്കെ തൊട്ട് നല്ല ക്യൂട്ടാണ്. ഓരോന്നിനും ഓരോ ഭംഗി, അത്രയേ ഉള്ളൂ. ആക്ച്വലി ആ വിളകുന്ന ടൈപ്പ് 9 ആനയാണ് ഉള്ളതെന്ന് പറയുന്നത് ആ ഒരു ഏരിയയിൽ. അവിടെ നമുക്ക് കയറാൻ പറ്റൂല, ആണ് നോ എൻട്രി. ഇനി അടുത്ത ആനയെ നമുക്ക് കാണാം. അല്ലെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് കെട്ടിയെടുത്തിട്ട് ആനത്താവളത്തിൽ വന്ന് ആനയെ ശല്യം ചെയ്ത് വിളക്കുന്നത് അത്ര നല്ലതല്ലല്ലോ ഡിയേഴ്സ്. സോ കാണാൻ വന്നു, അത്ര തന്നെ എൻജോയ് ചെയ്യുക, പോവുക. ദിസ് 13th എലിഫൻറ്റ്, 13ാമത്തെ ആനയാണ്. ശരിക്കും നമ്മളൊരു സ്ട്രെസ് ഫ്രീ ആകാൻ നേച്ചറിലൊക്കെ വന്ന് ഇവറ്റകളെ ഒന്ന് ഒബ്സർവ് ചെയ്ത് അവരുടെ കളിയും ചിരിയും കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ്. ഇത് 14ാമത്തെ. കണ്ട ആനയെല്ലാം തോന്നും, പക്ഷെ ആന തന്നെയാണ്. മീൻസ് അത് പാറ വിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. ഇത് 15ാമത്തെ ആന. ഹലോ, ഇത് 16ാമത്തെ ആനയാണ്. ഇത് 17ആണ്. 18ാമത്തെ ആന. ഇത് 19ാമത്തെ ആനയാണ്. സോ ഇത് 20th ആണ്. കണ്ട അത് അനങ്ങാതെ നിൽക്കുന്ന പോലെ, പക്ഷെ ആനയാണ് ഡിയേഴ്സ്. ഇത് 21st.
ഇതിനകത്ത് ഓഫീസ് ഓഫ് വെറ്റിനറി ഓഫീസ് പുന്നത്തൂർ കോട്ട. ഇതാ ഇവിടെ ഒരു വാട്ടർ ബോഡി, ആനയെ കുളിപ്പിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അത്യാവശ്യം വ്യാപ്തിയാണ്. നമ്മുടെ ആനക്കുട്ടന്മാരെ കുളിപ്പിക്കുന്ന തടാകമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഹോപ്പ് ദ ഗസ്റ്റ് ഈസ് റൈറ്റ്. നമുക്ക് ഇരിക്കാൻ ഒരു പാർക്ക് ലൈക്ക് ഏരിയ ഈസ്. ഇവിടെ നമുക്കൊരു പർട്ടിക്കുലർ ഐസ്ക്രീമിൻ്റെ ഒരു ഷോപ്പുണ്ട്. പുന്നത്തൂർ കോട്ട കയറുന്ന ടീയും കോഫിയും എല്ലാം കിട്ടും. ചേട്ടാ എനിക്കൊരു ചോക്ലേറ്റ്. ഏതാ വേണ്ടേ? പിന്നെ ഒരു സ്ട്രോബെറി കൊടുക്കണം ഇവിടെ. സോ ഗോഡസ് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം പുന്നത്തൂർ കോട്ടയുടെ ഫ്രണ്ടിലത്തെ സ്റ്റോറിൽ അതായത് ഇപ്പം ഗോഡസ് സിന്ധുജാസ് ഡെയിലി ഡാസിൽ. സിന്ധുജയ്ക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം ചോക്ലേറ്റ് ഫ്ലേവറാണ് കേട്ടോ. അങ്ങനെ സിന്ധുജാസ് ഡെയിലി ഡാസിൽ ഗൂഗിൾ ആപ്പ് ഗോഡസ് എന്ന് ചെയ്യുന്ന പേര് യൂട്യൂബ് ചാനലിൻ്റെ മാറ്റിയില്ല ഞാൻ, പക്ഷേ വീഡിയോസ് അതിന് മുന്നേ എടുത്തയാ. ഈ വ്ളോഗ് കണ്ട് എൻജോയ് ചെയ്ത എല്ലാവർക്കും ഈ ഐസ്ക്രീം ഇരിക്കട്ടെ. വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ സിന്ധുജാസ് ഡെയിലി ഡാസിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ ബാക്കി ടു ബി കണ്ടിന്യൂഡ് ആണ്. അടുത്ത വ്ളോഗിൽ ഞാൻ എവിടെയാണ് അർമദിക്കാൻ പോയെന്നുള്ളത് കാണിക്കും. അതുവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ, ലവ് യു ഓൾ. So that was a mini vlog of visit to Guruvayur Elephant Kota or Punnathoor Kota. Thanks for watching. 66 ഉണ്ടായിരുന്നു, ഇപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ജംസൂട്ട് അപ്പിയറൻസ്? So that was a lovely cute vlog on Guruvayur Punnathoor Kota Elephant Kota or Guruvayur Elephant Kota where elephants dwell. This is the parking area of before going to visit to that Kota. Tickets are there, I told you. So thank you so much for watching this lovely vlog. My vlogs become lovely and cute when you people watch. Take care. Do watch the next vlog. Thank you.